ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സത്യാഗ്രഹം ഏതാണ്? ഉത്തരം അഹമ്മദാബാദ് തുണിമില്ല് സമരം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഗാന്ധിജി. ദി സ്റ്റോറി ഓഫ് മൈ ഡിപ്പർട്ടേഷൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ലാലാ ലജ്പത് റായ്. സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം ഗാന്ധിജി. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നായിരുന്നു? ഉത്തരം 1950 മാർച്ച് 15. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് എന്നായിരുന്നു? ഉത്തരം 1940 ജൂലൈ 31. എന്റെ ഗുരുനാഥൻ എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ച വ്യക്തി? ഉത്തരം ജവഹർലാൽ നെഹ്റു. അഹമ്മദാബാദ് തുണിമില്ല് സമരം നടന്ന വർഷം? ഉത്തരം 1918. ബീഹാർ സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ച വർഷം? ഉത്തരം 1868. താഴെ പറയുന്നവയിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആശയം ഏതാണ്? ഉത്തരം ജാതി, വർഗം, നിറം, ദേശവ്യത്യാസമില്ലാതെ സാഹോദര്യം പ്രോത്സാഹിപ്പിച്ചു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഇപ്രകാരം പറഞ്ഞത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ബോംബെ ക്രോണിക്കൽ എന്ന ഇംഗ്ലീഷ് പത്രം ഫിറോസ് ഷാ മേത്ത സ്ഥാപിച്ച വർഷം? ഉത്തരം 1910. ദ ഹൈ കാസ്റ്റ് ഹിന്ദു വുമൺ എന്നത് ആരുടെ കൃതിയാണ്? ഉത്തരം പണ്ഡിത രമാഭായ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം ഏതാണ്? ഉത്തരം സത്താറ. താഴെ പറയുന്നവയിൽ ഏത് നിയമത്തെയാണ് ജവഹർലാൽ നെഹ്റു ശക്തമായ ബ്രേക്കുകളുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. കാക്കോരി ട്രെയിൻ കവർച്ച നടന്ന വർഷം? ഉത്തരം 1925. പൂനെയിൽ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്?
ഉത്തരം ബാലഗംഗാധര തിലക്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 9. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഹ്യൂഗ് റോസ്. രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടന? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പ്രവാസി ഭാരതീയ ദിവസായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജനുവരി 9. വിവേകവർത്തിനി എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? ഉത്തരം വീരേശലിംഗം. റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ച് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസം? ഉത്തരം 1919 ഏപ്രിൽ 6. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത് ആരാണ്? ഉത്തരം ക്ലെമന്റ് അറ്റ്ലി. മഹാത്മാഗാന്ധി നിയമബിരുദം നേടിയത് ഏത് രാജ്യത്ത് നിന്നാണ്? ഉത്തരം ബ്രിട്ടൻ. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിന്റെ സമ്മേളനം ഏതാണ്? ഉത്തരം 1920 കൊൽക്കത്ത സമ്മേളനം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1857. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം അരുണ ആസഫ് അലി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി വനനയം നടപ്പിലാക്കിയ വർഷം? ഉത്തരം 1894. ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖൻ ആരാണ്? ഉത്തരം BR അംബേദ്കർ. ബംഗാൾ വിഭജനം, കഴ്സൺ പ്രഭു, ആയുധ നിയമം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ലിട്ടൺ പ്രഭു. 1857 കലാപം ഝാൻസിയിൽ അടിച്ചമർത്തിയത് ആരാണ്? ഉത്തരം ഹ്യൂഗ് റോസ്. സ്വരാജിന്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരു ആണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് കലാപത്തെയാണ്? ഉത്തരം നാവിക കലാപം. 1857 വിപ്ലവത്തിൽ ലിയാഖത്ത് അലി എവിടെയാണ് നേതൃത്വം നൽകിയത്? ഉത്തരം അലഹബാദ്. ഗദ്ദാർ പാർട്ടിയുടെ രൂപീകരണത്തിൽ പങ്കാളിയായ വ്യക്തി ആരാണ്? ഉത്തരം ലാല ഹർദയാൽ. 1857 കലാപം അറിയപ്പെടുന്ന പേര്? ഉത്തരം ശിപ്പായി ലഹള. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണ്?
ഉത്തരം ദാദാഭായ് നവറോജി.